കാട്ടാന ആക്രമണം തടയുന്നതിനായി വനം വകുപ്പ് വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതിയിൽ നിന്നും കൃഷിഭൂമി ഒഴിവാക്കിയതിനെതിരെ ആദിവാസി സമൂഹം ആദിവാസി കുടിലുകൾക്ക് ചുറ്റും വൈദ്യുത വേലി സ്ഥാപിക്കാനാണ് തീരുമാനം. ചിന്നക്കനാൽ 301 കോളനിയെ നേരത്തെ തന്നെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി നിവാസികളാണ് വനം വകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. തങ്ങൾ താമസിക്കുന്ന കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട്. കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്ന് കുടിനിവാസികൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിൽ വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഞങ്ങൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത അടയാളം ഇല്ലാതെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം പോകും. ആയതുകൊണ്ട് കുടിമേഖലയ്ക്ക് മാത്രമാണെങ്കിൽ വേണ്ട. ആദിവാസി കുടിയിൽ ഇതുവരെയും കാട്ടാനയാക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ കൃഷിഭൂമിയിൽ പതിവായി കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കാറുണ്ട്. കുടിയിൽ മാത്രമായി വേലി ഒതുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2003 ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ 47 ജീവനുകൾ കാട്ടാനയാക്രമണത്തിൽ നഷ്ടപ്പെട്ടു. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും കാട്ടാനകൾ നശിപ്പിച്ചു. കാട്ടാനശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം, ചെമ്പകത്തൊഴുക്കുടി, സിംഗുകണ്ടം, ബിയൽറാം മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത്. പന്തടിക്കളത്ത് 5ഉം ബിയൽറാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുന്നത്. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ 301 കോളനിയെ മുൻപ് തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതോടൊപ്പമാണ് കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതിക്കെതിരെ എതിർപ്പുമായി ചെമ്പകത്തൊഴുക്കുടി നിവാസികളും രംഗത്തെത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.